നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി, അല്ലാത്തവർ വിട്ട് കളയണം. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. അത് നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻറ്റ്ലെസ് ആണ്. നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതായിരിക്കും. അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് ഞാൻ നൽകുന്നത്. അത് നിങ്ങൾ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും നൽകുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് പൂർണ്ണമായും കണക്റ്റഡ് ആകുന്നതാണ്. പിന്നെ എപ്പോഴും പറയാറുള്ളതുപോലെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ല എങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്തു പോകുക. കാരണം ഈ ഒരു എനർജിയെ കണക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും നിങ്ങൾ സ്കിപ്പ് ചെയ്തു പോവുക. കാരണം കൂടുതൽ ബാഡ് കർമ്മകൾ നിങ്ങളുടെ ലൈഫിലേക്ക് കണക്റ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും പോസിറ്റീവായിട്ട് തന്നെ കാര്യങ്ങളെ കാണുകയും മുന്നോട്ട് പോവുകയും ശ്രമിക്കുക. കൂടാതെ തന്നെ വരാഹി മന്ത്രവും മണി അഫർമേഷൻസും ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഏത് രീതിയിൽ വേണേലും ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളുടെ ബ്ലോക്കേജുകൾ മാറാനും അതുപോലെ നെഗറ്റീവ് ആകുന്ന എനർജികളെ ഹീലാക്കാനും ഫിനാൻസ് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകാനും വേണ്ടിയിട്ട് ഉപയോഗപ്രദമാകുന്നതാണ്. പാസ്റ്റ് ലൈഫ് കർമ്മകളൊക്കെ വരാഹി മന്ത്രത്തോടു കൂടിയും നിങ്ങൾക്ക് ഹീലാക്കി കിട്ടുന്നതാണെന്ന് മനസ്സിലാക്കുക. വിശ്വാസത്തോടു കൂടി ഒരു പ്രാർത്ഥനാ രൂപത്തിൽ മാത്രം അതിനെ കാണുക. അതുപോലെ തന്നെ അത് ഉപയോഗിക്കുക. രാത്രി മാത്രമാണ് വരാഹി മന്ത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് 2 ഓഫ് വാൺസ് ആണ്. ആക്ഷൻ കാർഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളൊരു ആക്ഷൻ എടുക്കേണ്ട സമയമാണ് എന്നാണ് നമുക്ക് ഡിവൈൻ കാണിച്ചു തരുന്നത്. നിങ്ങളുടെ മുന്നിൽ ഒരുപാട് അവസരങ്ങളുണ്ട്. ആ അവസരങ്ങളിൽ നല്ലത് നോക്കി ചൂസ് ചെയ്യേണ്ട ഒരു ടൈം പീരീഡിലേക്ക് നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻസാണ്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിൽ പൂർണ്ണമായിട്ടും ഒരു ഉറച്ച തീരുമാനം എടുത്ത് നിൽപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് പോസിബിളാണ്, പോസിറ്റീവാണ്. നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റും. തടസ്സങ്ങളെ അതിജീവിക്കേണ്ട സമയമാണ് കേട്ടോ. നിങ്ങളോട് ശത്രുതയായിട്ട് ആരെങ്കിലുമൊക്കെ പെരുമാറുന്നുണ്ട് എങ്കിൽ, നിങ്ങളോട് എപ്പോഴും കോൺഫ്ലിക്റ്റുമായിട്ട് ചില വ്യക്തിബന്ധങ്ങൾ വരുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിൽ നിന്നും നിങ്ങൾ തടസ്സങ്ങൾ നേരിടുന്നു എങ്കിൽ തീർച്ചയായിട്ടും നമുക്കിവിടെ മനസ്സിലാക്കേണ്ടത് ആ ഒരു ഭാഗം നിങ്ങൾ മറന്നു കളയുക എന്ന് തന്നെയാണ് കേട്ടോ. അതായത് നിങ്ങൾക്ക് നേരെ വരുന്ന നെഗറ്റീവ് ആകുന്ന ഒരു വശത്തെ ഒരു കാര്യങ്ങളെയും നിങ്ങൾ ശ്രദ്ധിക്കരുത്. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക്, നിങ്ങളുടെ ഗോള് അച്ചീവ് ചെയ്യുക എന്ന ആ ഒരു കാര്യം മാത്രമായിരിക്കണം നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. നെഗറ്റീവ് ആകുന്ന വ്യക്തികൾ, നെഗറ്റീവ് പറയുന്ന വ്യക്തികൾ നിങ്ങളെ തടസ്സപ്പെടുത്താനും നിങ്ങൾക്ക് മാർഗതടസ്സമായിട്ട് നിൽക്കുന്ന ഒരുപാട് എനർജികളെ നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കരിയർ എനർജിയെ ബേസ് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു പുതിയ കാര്യങ്ങൾ, നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ചില പുതിയ കാര്യങ്ങളിലേക്ക് നിങ്ങൾ കടക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് ബ്ലോക്കേജ് വരുത്തുന്ന ചില എനർജികളെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും തടസ്സങ്ങളെ അതിജീവിക്കേണ്ട സമയമാണ്. ഉറച്ച തീരുമാനം എടുക്കേണ്ട സമയമാണ്. മറ്റുള്ളവർക്ക് ചെവി കൊടുക്കാതെ, മറ്റാളുകൾ എന്തു പറയുന്നു എന്നതിലേക്ക് ആഴ്ന്നിറങ്ങിപ്പോകാതെ നിങ്ങൾക്ക് നിങ്ങളോടുള്ള ആ ഒരു വിശ്വാസം, സെൽഫ് റെസ്പെക്റ്റ് എനർജിയിലേക്ക് വരികയും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് പോവുകയും ചെയ്യുക. കാരണം നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹമുണ്ട്. നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ തീരുമാനിച്ച് അത് പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി തയ്യാറായിട്ട് അതിൻ്റെ ആ ഒരു സമയത്തിന് വേണ്ടിയിട്ട് നല്ലൊരു ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടി നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യുന്ന വ്യക്തികളാണ്. അതുപോലെ ഒരു കാര്യം നിങ്ങൾ പൂർത്തീകരിച്ചിട്ടുമുണ്ട്. എഫോർട്ട് എടുക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ട്. നിങ്ങൾ എഫോർട്ട് എടുക്കാൻ തയ്യാറാണ്. എഫോർട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. ആ സ്ഥിതിക്ക് നിങ്ങൾക്കിടെ കൂടെ നിൽക്കുന്നവർ, നിങ്ങളോട് ചേർന്ന് നിൽക്കുന്നവർ തന്നെയാണ് നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില പ്രവർത്തികൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ അതിനെ പ്രതിരോധിക്കുക, നേരിടുക എന്ന് തന്നെയാണ് നമുക്ക് ഡിവൈൻ കാണിച്ചു തന്നിരിക്കുന്നത്. ധൈര്യമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് പ്രവർത്തിച്ചോളുക. ധൈര്യം
ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പൊക്കോളുക, പ്രശ്നങ്ങളെ അതിജീവിക്കുക. മാത്രവുമല്ല നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ പോസിറ്റീവാണ്. ധൈര്യമായിട്ട് ഇനി ഒരു കരിയർ എനർജി ആയിക്കോട്ടെ, ഒരു ബിസിനസ് ആയിക്കോട്ടെ, ഒരു വിദേശ യാത്രയെ സംബന്ധിക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും മറ്റെങ്ങോട്ടെങ്കിലും മാറുന്ന കാര്യമായിക്കോട്ടെ, ഒരു പ്രൊമോഷനോ ട്രാൻസ്ഫറോ എന്ത് കാര്യമായിക്കോട്ടെ, നിങ്ങളുടെ മനസ്സിനകത്ത് നിങ്ങൾ തീരുമാനിച്ച് വെച്ചിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിനെ മോടി പിടിപ്പിക്കാൻ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിജയം വരാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന എന്ത് കാര്യമായിക്കോട്ടെ ആ ഒരു കാര്യം പോസിറ്റീവാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആക്ഷൻ എടുക്കാം. കാരണം നിങ്ങളുടെ കൈകൾക്കുള്ളിൽ തന്നെയാണ് വിജയം ഇരിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങളുടെ മാറ്റം വരാൻ പോകുന്നതെന്ന് തന്നെയാണ് ഡിവൈൻ കാണിക്കുന്നത്. അതായത് ജഡ്ജ്മെൻറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് കേട്ടോ. അതായത് അബണ്ടൻസ് ആണ്, സാമ്പത്തികമാകുന്ന ഒരു ഇൻഡിപെൻഡൻറ്റിങ് എനർജിയിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. നിങ്ങൾ കൺഫ്യൂഷൻ അല്ലെങ്കിൽ സംശയിച്ച് നിൽക്കുന്ന ആ ഒരു അവസ്ഥ, നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ഭയമുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ എല്ലാം എടുത്തു മാറ്റുക. ഒരു ജഡ്ജ്മെൻ്റ് ആണ് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം. നിങ്ങൾക്ക് ഡിവൈനിൽ നിന്നുള്ള ഒരു ബ്ലെസ്സിങ്സ് ആണ്. നിങ്ങൾക്ക് പല മാർഗങ്ങൾ, ഓപ്പർച്യൂണിറ്റീസുകൾ വരണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ തന്നെ നിങ്ങൾ നല്ലൊരു പവർഫുൾ ആകുന്ന, ഒരു പോസിറ്റീവ് ആകുന്ന സിറ്റുവേഷൻസിലേക്ക് എത്തിക്കുക എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു സപ്പോർട്ട് വരുന്നുണ്ട് കേട്ടോ. ഒരു ഗാർഡിയൻ എനർജി, ഒരു ഏജ്ഡ് ആയ ഒരു മസ്കുലൻ എനർജിയുടെ പ്രസൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു എന്നാണ് കാണുന്നത്. ഒന്നെങ്കിൽ നിങ്ങളുടെ പിതാവാം, അതല്ലെങ്കിൽ നിങ്ങളുടെ സഹോദര സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയാവാം, അതല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ പാതയിൽ നിങ്ങൾക്കൊരു വിശ്വാസവും നല്ല രീതിയിൽ ഒരു അഡ്വൈസ് തേടാൻ പറ്റുന്ന ഒരു പേഴ്സണായിട്ട് തോന്നിയ വ്യക്തിയാവാം, സൗഹൃദ വലയത്തിൽ തന്നെയുള്ളൊരു വ്യക്തി തന്നെ ആവാം. എന്താണെങ്കിലും ഒരു മസ്കുലൻ എനർജിയുടെ പ്രസൻസ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നു. മാത്രവുമല്ല നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ഒരു സ്വപ്നം റിയാലിറ്റി ആവാൻ പോകുന്നു. നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്ന എന്ത് കാര്യമായാലും ആ ഒരു കാര്യം, ആ ഒരു മസ്കുലൻ എനർജിയുടെ പ്രസൻസോടുകൂടി നിങ്ങൾക്ക് റിയാലിറ്റിയിലേക്ക്, നിങ്ങൾക്കത് അനുഭവയോഗ്യമായി തീരാൻ പോകുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. ആ ഒരു വിജയമെന്ന് പറയുന്നത് ചെറിയ വിജയമല്ല കേട്ടോ. നിങ്ങളുടെ കൺട്രോളിൽ മറ്റുള്ളവരെ നിർത്താനും മറ്റുള്ളവർക്ക് നിങ്ങൾക്കൊരു കെയറിങ് കൊടുക്കാനും നല്ലൊരു സപ്പോർട്ട് നൽകാനും സാധിക്കുന്ന രീതിയിലുള്ളൊരു ഉയർച്ചയിലേക്ക് തന്നെയാണ് പോകാൻ പോകുന്നത്. എല്ലാവരുടെയും ഒരു റെസ്പെക്റ്റ് നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ. മറ്റുള്ളവരുടെ ഒരു റെസ്പെക്റ്റൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. മാത്രവുമല്ല നിങ്ങൾ പാസ്റ്റിൽ അനുഭവിച്ച ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും, അതായത് നെഗറ്റീവ് ആകുന്ന ഒരുപാട് പ്രോബ്ലംസുകൾ നിങ്ങളിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു, അവസാനിച്ചു പോകുന്നു, സമയം മാറുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. നൈറ്റ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത്. പാസ്റ്റിലേക്ക് തിരിഞ്ഞു പോകേണ്ട ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് കേട്ടോ. ആക്ഷൻ എടുക്കേണ്ടത്, അതായത് ഒരു ക്വിക്ക് ആക്ഷൻ, പോസിറ്റീവായിട്ട് പെട്ടെന്ന് തന്നെ ഫാസ്റ്റായിട്ട് ചില കാര്യങ്ങളിൽ ആക്ഷൻ എടുക്കണം. ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു ട്രാവലിംഗ് ഒക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഉണ്ടാവാൻ പോകുന്നുണ്ട്. ഇന്നല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ പാസ്റ്റിലേക്ക്, പഴയ ഒരു സിറ്റുവേഷൻസിലേക്ക് ഒരു ട്രാവലിംഗ് എനർജി കാണുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു മൂവ്മെൻറ്റ്സ് ജീവിതത്തിൽ, സഡൻ ഒരു മൂവ്മെൻറ്റ്സ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നുണ്ട്. അതുപോലെ ഒരു തിരിച്ചുപോക്കിനെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇമോഷണൽ പരമാകുന്ന ചില സാഹചര്യങ്ങളെ ഉപേക്ഷിച്ച്, അതായത് ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷയോടുകൂടി ചെന്ന് നിന്ന ഇമോഷൻസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു സ്നേഹം, സാന്നിധ്യം, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കണക്റ്റ് ചെയ്ത് നിന്ന ഒരു സിറ്റുവേഷൻസ്, ആ ഒരു ഇമോഷണൽ പരമാകുന്ന കാര്യത്തിൽ നിന്നും തിരിഞ്ഞു പോകേണ്ടി വരുന്ന, അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചു പോകേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ അത് ഫാസ്റ്റായിട്ടും പോസിറ്റീവായിട്ടുമാണ് നമുക്ക് ആ ഒരു മടങ്ങിപ്പോക്കിനെ കാണാൻ സാധിക്കുന്നത്. ഒരു ഉപേക്ഷിക്കപ്പെടൽ, ഇമോഷണൽ പരമാകുന്ന ചില കാര്യങ്ങളെ നിങ്ങൾ ഉപേക്ഷിച്ച് കളയുന്നതായിട്ട് കാണുന്നുണ്ട്. കുറച്ച് എനർജിയിലേക്ക് നോക്കുമ്പം നിങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞ് മടങ്ങിപ്പോയ, അതായത് നിങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞ്, അതായത് ജീവിതത്തിൽ ഇനി വേണ്ട എന്ന് ചിന്തിച്ച ചില ഇടങ്ങളിലേക്ക് തിരിച്ചു ചെല്ലേണ്ടി വരുന്ന സിറ്റുവേഷൻസും കുറച്ച് ആളുകളുടെ എനർജിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതെല്ലാം പെട്ടെന്ന് എടുക്കുന്ന ഒരു ആക്ഷനാണ് കേട്ടോ. ഉപേക്ഷിക്കുന്നതാണെങ്കിലും തിരിച്ചു ചെല്ലുന്നതാണെങ്കിലും ഇപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നിയ ഒരു നടപടിയാണ്, ഒരു ആക്ഷൻ എടുക്കുന്ന ഒരു സിറ്റുവേഷൻസാണ് കാണുന്നത്. അത് നിങ്ങൾക്ക് ഒരു തിരിച്ചറിവിൻ്റെ പാതയാണ്. ഉപേക്ഷിച്ച് കളയുന്ന ഇമോഷൻസ് ആയാലും ഉപേക്ഷിച്ച് കളഞ്ഞ ഇമോഷൻസിലേക്ക് തിരിച്ചു ചെല്ലുന്നതാണെങ്കിലും അത് ഒരു തിരിച്ചറിവിൻ്റെ, അതൊരു പോസിറ്റിവിറ്റിയുടെ ഒരു എനർജി ആയിട്ടാണ് കാണുന്നത്. അതുപോലെ കുറച്ച് ആളുകളുടെ എനർജിയിൽ സ്റ്റക്ക്
സ്റ്റക്കായി നിൽക്കുന്ന ആളുകളുണ്ട്. ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത വിധം പോസിറ്റീവായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരു ബ്ലൈൻഡ് എനർജിയിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് ഡിവൈൻ പറയുന്നത്, നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് ആ സിറ്റുവേഷൻസിൽ നിന്നും മാറി ചിന്തിക്കുക, അല്ലെങ്കിൽ ഒരു ട്രാവലിംഗ് മാറിപ്പോകുക എന്നാണ് കാണുന്നത്. അതായത് ലൈഫിൽ ചില കാര്യങ്ങളെ നിങ്ങൾ ഒഴിവാക്കേണ്ട സമയമായി, ഡെത്താക്കി കളയേണ്ട സമയമായി. ആ ഒരു ഒഴിവാക്കൽ, വേണ്ടാന്ന് വെക്കേണ്ട ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫർമേഷൻ, അതായത് ഒരു വലിയൊരു മാറ്റം, ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് പോകേണ്ട സമയമാണ്. അപ്പം ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തി ബന്ധമാവാം, ചിലപ്പോൾ ജോലി സംബന്ധമാകുന്ന എന്തെങ്കിലും കാര്യമാവാം. നിങ്ങൾ വളരെ സ്ട്രഗിളിങ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു ബെനഫിറ്റ് കിട്ടാതെ നിങ്ങൾക്ക് മാനസിക പിരിമുറുക്കം, പെട്ടെന്ന് തോന്നിയ ഒരു ആശയത്തിൻ്റെ പുറത്ത് ഒരു ഹാർട്ട് ബ്രോക്കണൊക്കെ നിങ്ങൾ ആ ഒരു സാഹചര്യത്തിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ കോൺഫ്ലിക്റ്റ്, നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തുള്ള വ്യക്തികളുമായിട്ട് എപ്പോഴും ഫൈറ്റിംഗ് എനർജി യിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ, മനസ്സിന് ഒരുപാട് സ്ട്രെസ് എനർജിയിലൂടെ, അതായത് ഒരു സമാധാനമില്ലാത്ത ഒരു അന്തരീക്ഷത്തിലൂടെയാണ് നിങ്ങൾ കരിയർ ആയിക്കോട്ടെ, നിങ്ങൾ ജീവിച്ച് നിൽക്കുന്ന ആ ഒരു പ്ലേസ് ആയിക്കോട്ടെ, നിങ്ങളുടെ ഒരു സിറ്റുവേഷൻസ് ആയിക്കോട്ടെ, നിങ്ങൾ വളരെയധികം പ്രശ്നങ്ങളെ നേരിടുന്നുണ്ടെങ്കിൽ, ഹാർട്ട് ബ്രോക്കൺ എനർജിയിലാണെങ്കിൽ, നിങ്ങൾ സ്ട്രെസ് എനർജിയിൽ ഒരു സമാധാനപരമായിട്ടൊന്നും ഉറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്ന സിറ്റുവേഷൻസിലെങ്കിൽ അത് ഡെത്താക്കുക, അത് അവസാനിപ്പിക്കണമെന്നാണ് ഡിവൈൻ പറയുന്നത്. കാരണം നിങ്ങൾക്കൊരു സ്പിരിച്വൽ ട്രാൻസ്ഫർമേഷൻ ഉണ്ട്, ഒരു വലിയ മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ഈ ഒരു ട്രോമ, നിങ്ങൾ അനുഭവിക്കുന്ന ഈ ഒരു ട്രോമയെ നിങ്ങൾ ഹീലാക്കി കളയുക, അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പാടെ മാറ്റിക്കളയുക കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ ഒരു കുടുംബത്തിനുള്ളിൽ തന്നെ ഒരുപാട് മാനസിക വിഷമം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ അവിടെ നിന്നും സന്തോഷത്തോടെ ഇറങ്ങി കൊടുക്കുക, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് മാറിപ്പോകുക എന്നാണ് കാണുന്നത്. അത് നിങ്ങൾക്കൊരിക്കലും പോസിറ്റിവിറ്റി തരില്ല. നിങ്ങൾ അവിടെ നിന്ന് ചേഞ്ച് ആയാൽ, നിങ്ങൾ നിൽക്കുന്ന ആ ഒരു സ്റ്റാൻഡിൽ നിന്നും ചേഞ്ച് ആയാൽ തീർച്ചയായിട്ടും ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫർമേഷൻ, നിങ്ങൾക്കൊരു മാറ്റം വരുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. അതുപോലെ തന്നെ കാലം അനുകൂലമാകുന്ന ചില കാര്യങ്ങൾ, അതായത് ചില തിരിച്ചറിവുകളിലേക്ക് നിങ്ങൾ പോകുന്നുണ്ട്. ചിലപ്പോൾ ഇമോഷണൽ പരമായിട്ട് എല്ലാ ബന്ധങ്ങളെയും ഈ ചേർത്ത് നിർത്തുന്ന, അല്ലെങ്കിൽ എല്ലാത്തിനെയും നിങ്ങളിലേക്ക് സ്വീകരിക്കുന്ന ഒരു മനസ്സ്, ആരെയും വിശ്വസിക്കുന്ന ഒരു മാനസിക അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളിലേക്ക് ഇന്ന് ചിലപ്പോൾ ചില ഇമോഷൻസുകൾ വരാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ചില ഇമോഷണൽ പരമാകുന്ന കാര്യങ്ങളെ നിങ്ങൾ റിജക്റ്റ് ചെയ്യുന്ന ഒരവസ്ഥ, അതായത് നിങ്ങൾക്കിടെ ടൈം മാറുന്നു, നിങ്ങൾക്കൊരു നിങ്ങൾക്കൊരു മാനേജിങ് പവറൊക്കെ വരുന്നു, റിജക്ഷൻ, നോ പറയാനുള്ളൊരു എനർജിയിലേക്ക് നിങ്ങൾ ചേഞ്ച് ആകുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ നല്ല കഴിവും സ്കിൽസും നല്ല അബണ്ടൻസൊക്കെ ആയിട്ട് നിൽക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മാനിഫെസ്റ്റിംഗ് പവറൊക്കെ ഉള്ള വ്യക്തികളുടെ എനർജി, നല്ല സ്കിൽസുള്ള, അതുപോലെ മൾട്ടിപ്പിൾ ടാലൻറ്റഡ് ആയ വ്യക്തികൾ, ഒരുപാട് ഒന്നിലധികം കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികൾ, എല്ലാ രീതിയിലും പോസിറ്റീവ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് ഒരു സ്റ്റക്ക് എനർജി വരുന്നുണ്ട് കേട്ടോ. കരിയർ എനർജിയിലൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ ആ ഒരു കരിയർ പാതയിൽ ശോഭിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ, സാമ്പത്തിക ഭദ്രതയായിട്ടും ഇമോഷണൽ ബാലൻസ് ആയിട്ടൊക്കെയാണ് നിങ്ങളുടെ പാസ്റ്റിലൂടെ നിങ്ങൾ കടന്നു വന്നതെങ്കിൽ, എപ്പോഴും പോസിറ്റിവിറ്റി നിറഞ്ഞു നിൽക്കുന്ന, അതായത് ഒരു എന്താ പറയുക, ഒരു മാനേജിങ് പവറൊക്കെ ഉള്ള, ഒരു ലീഡർഷിപ്പ് എനർജിയൊക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ ചെറിയ രീതിയിൽ ഇന്നത്തെ ദിവസമോ ഇല്ലെങ്കിൽ മുന്നോട്ടേക്ക് ഒരു ഹെൽത്ത് പരമാകുന്ന പ്രോബ്ലംസിനെ നേരിടേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ചെറിയ രീതിയിൽ വെൽത്ത് എനർജിക്ക് ഒരു ലോസ് സംഭവിക്കാൻ പോകുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ടേക്ക് പോകണമെന്നാണ് കാണുന്നത്. അതെനിക്ക് തോന്നുന്നു ഇമോഷണൽ പരമാകുന്ന എന്തോ ഒരു റിജക്ഷൻ, അല്ലെങ്കിൽ നിങ്ങൾ ഇമോഷണൽ പരമാകുന്ന എന്തോ ഒരു സിറ്റുവേഷൻസിൽ പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് നെഗറ്റിവിറ്റി, മറ്റൊരാളുടെ മനസ്സ് വേദനിക്കുന്നതും നമ്മുടെ ലൈഫിൽ ഒരു ഡൗൺ എനർജിക്ക്, ഒരു ബ്ലോക്കേജിന് കാരണമാകും. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക കേട്ടോ. ഒരു നോ പറയുക, അല്ലെങ്കിൽ ഒരു റിജക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അതിന് ഒരു പുനർവിചിന്തനം നടത്തി വേണം ലൈഫിൽ എന്ത് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ഒന്നോ രണ്ടോ പ്രാവശ്യം ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോഴും ഒന്ന് ശ്രദ്ധിച്ച് ആലോചിച്ചിട്ട് ഇന്ന കാര്യം പറഞ്ഞാൽ അതെങ്ങനെയായിരിക്കും പിന്നീടെന്നുള്ള ആ ഒരു ചിന്തയിലേക്ക് മനസ്സിനെ ഒന്ന് കൊണ്ടുചെന്ന് എത്തിക്കണമെന്നുള്ള ഒരു എനർജി നമുക്ക് കാണുന്നുണ്ട്. അതുപോലെ ഇമോഷണൽ പരമാകുന്ന ചില പ്രോബ്ലംസുകളും നിങ്ങൾക്ക് ഈ ഒരു ഹെൽത്ത് പരമാകുന്ന പ്രശ്നങ്ങൾക്കും ബ്ലോക്കേജിനും ഒരു ബ്ലൈൻഡ് എനർജിക്ക് കാരണമാകാൻ സാധ്യതയുണ്ട്.
ഉണ്ട്. അപ്പം എല്ലാ കാര്യങ്ങളിലും സാമ്പത്തികമായിട്ടാണെങ്കിലും കരിയർ പാതയിലാണെങ്കിലും ഇമോഷണൽ പരമായിട്ടാണെങ്കിലും അതുപോലെ ബുദ്ധിപൂർവ്വം എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന സംസാരിക്കുന്ന കാര്യങ്ങളിലാണെങ്കിലുമൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചൊരു പുനർവിചിന്തനം നടത്തിയതിന് ശേഷം മാത്രം അവിടെ ആക്ഷൻ എടുക്കുക എന്നാണ് നമുക്ക് കാണുന്നത്. അതുപോലെ തന്നെ ഒരു ആക്ഷൻ കാർഡ് വന്നിട്ടുണ്ട്. ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് ആക്ഷൻ എടുക്കേണ്ട സമയമാണ്. ഒരു എലോൺ എനർജിയിലൊക്കെ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന വ്യക്തികൾക്ക് ആ ഒരു കർമ്മ എൻഡ് ആവുന്നുണ്ട് കേട്ടോ. ഒറ്റപ്പെടലിൽ നിന്നും ഒരു കർമ്മ ചേഞ്ചിങ് വരുന്നുണ്ട്. പുതിയ ചില കാര്യങ്ങളിൽ ആക്ഷൻ എടുക്കാൻ പുതിയ ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളൊരു എനർജി കാണുന്നുണ്ട്. എന്തെങ്കിലും കർമ്മ അനുഭവിച്ചു കൊണ്ടിരുന്നുവെങ്കിൽ ഒറ്റപ്പെടൽ എന്ന ഒരു എനർജിയിൽ പെട്ട് നിന്നിരുന്ന വ്യക്തികൾക്ക് ആ സിറ്റുവേഷൻസ് എൻഡ് ആവുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു സഹായം, ഒരു ചാരിറ്റി ഒക്കെ ചെയ്യേണ്ട സിറ്റുവേഷൻസ് ലൈഫിലേക്ക് വരുന്നുണ്ട്. ഒരു അബണ്ടൻസ്, നിങ്ങൾ എന്തോ കാര്യത്തിന് വേണ്ടി ഫോക്കസിങ് ചെയ്തിരുന്ന, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊരു പുതിയ തുടക്കത്തിനൊരു എന്തെങ്കിലും ഒരു ന്യൂ പ്രോജക്റ്റ് എനർജിക്കോ എന്തെങ്കിലും പുതിയ കാര്യങ്ങളോ ലീഗൽ പരമാകുന്ന എന്തെങ്കിലും പ്രശ്നത്തിലൊക്കെ നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ കോൺഫ്ലിക്റ്റ്, ഒരു പ്രശ്നങ്ങൾ ലൈഫിലേക്ക് വരാൻ സാധ്യത കാണുന്നുണ്ട് കേട്ടോ. അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. കാരണം നിങ്ങൾക്ക് പോസിറ്റീവാണ്, നിങ്ങൾ ശരിക്കും ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിലും ലീഗൽ പരമാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളിൽ നിങ്ങൾ കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് വിജയം തന്നെയാണ്, നിങ്ങളുടെ ഭാഗം തന്നെയാണ് പോസിറ്റീവായിട്ട് നിൽക്കുന്നത്. പക്ഷേ ഒരു കോൺഫ്ലിക്റ്റ്, ഒരു ശക്തമാകുന്ന ഒരു കോൺഫ്ലിക്റ്റ് അവിടെ ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അവിടെ വളരെയധികം ഒരു മാനസികമായിട്ട് ഉള്ള ഒരു കൺട്രോളിങ് എനർജി കാണിക്കണം എന്നാണ് കാണുന്നത്. അതുപോലെ സെൽഫ് എനർജിയിലേക്ക്, സോൾ സെർച്ചിങ് എനർജിയിലേക്കൊക്കെ മാറേണ്ട സമയമാകുന്നു എന്ന് കാണുന്നുണ്ട്. കുറച്ച് വ്യക്തികളെ സംബന്ധിച്ച് ഒരു സ്പിരിച്വൽ പാതയിലേക്കൊക്കെ മാറുക. കുറച്ച് കൺഫ്യൂസ്ഡ് എനർജി, ജീവിതത്തെക്കുറിച്ച് തന്നെ ഒരു കൺഫ്യൂഷൻ, അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് തന്നെ ഒരു കൺഫ്യൂസ്ഡ് എനർജിയിലാണ് നിൽക്കുന്നതെങ്കിൽ ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫർമേഷൻ, ഒരു സ്പിരിച്വൽ പരമാകുന്ന പാതയിലേക്ക്, കുറച്ച് ആളുകളെ സംബന്ധിച്ച് ആത്മീയപരമാകുന്ന ചില കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുകയും അവിടെ വലിയ സക്സസ് നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്ന വ്യക്തികളുടെ എനർജി ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ എന്തെങ്കിലും ഉപാസന എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പിരിച്വൽ പരമാകുന്ന കാര്യങ്ങളെക്കുറിച്ച് പഠനം നടത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ യോഗയോ മെഡിറ്റേഷൻസോ ഒക്കെ പ്രാക്ടീസ് ചെയ്യാനിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ, അല്ലെങ്കിൽ ദൈവീകമാകുന്ന ചില കാര്യങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിത്തിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ നിന്നൊരു വിജയത്തെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഒരു പേര്, പ്രശസ്തി, ഒരു സക്സസ്, ഒരു സ്റ്റാർ എനർജിയിലേക്ക്, അതുപോലെ ഒരു കത്തി ജ്വലിച്ച് നിൽക്കുന്ന ഒരു സണ്ണിൻ്റെ എനർജിയിലേക്ക്, വളരെ പോസിറ്റീവ് ആകുന്ന ഒരു എനർജിയിലേക്ക് ഒരു വിക്ടറി നിങ്ങളുടെ ലൈഫിൽ ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ധൈര്യമായിട്ട്, അതെനിക്ക് തോന്നുന്നു പാസ്റ്റ് ലൈഫിലെ തൊട്ട് നിങ്ങൾ ഒരു ആത്മീയതയിൽ കണക്റ്റഡ് ആയ വ്യക്തികളായിട്ടാണ് എനിക്ക് കാണുന്നത്. അത് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ സാധിക്കുമെന്നാണ് കാണുന്നത്. അതുപോലെ കാത്തിരുന്ന ചില ഗുഡ് ന്യൂസുകൾ, എന്തെങ്കിലും ഒരു ഗുഡ് ന്യൂസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളാണ് എങ്കിൽ ഒരു കാർമിക് എനർജിയിൽ പെട്ട് നിൽക്കുന്ന വ്യക്തികളാണ്. ഫിനാൻസ് കൊടുത്ത് എന്തെങ്കിലും ലോസ് എനർജിയിൽ, ഒരു ചീറ്റിംഗ് പോലുള്ള എനർജിയിലൊക്കെ നിൽക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് കുറച്ച് ഡിലേ ആണ് കേട്ടോ. ആ ഒരു സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരാനെന്ന് കാണിക്കുന്നുണ്ട്. അതായത് വെയിറ്റിംഗ് ചെയ്യുക എന്നാണ് കാണുന്നത്. എവിടെയെങ്കിലും നിങ്ങൾ സാമ്പത്തികം കൊടുത്തിട്ട് ചീറ്റിംഗ് എനർജിയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു സംയമനം പാലിക്കുക, സമാധാനപരമായിട്ടൊന്ന് വെയിറ്റിംഗ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് വന്നു ചേരും. പക്ഷേ ഇച്ചിരി കാലതാമസമുണ്ട് എന്ന് തന്നെയാണ് ഡിവൈൻ കാണിച്ചു തരുന്നത്. നമുക്ക് ഏഞ്ചൽസ് നൽകിയിരിക്കുന്ന ഗൈഡൻസ്, അതായത് യൂണിക്കോണിൻ്റെ എനർജി മിസ്റ്ററി എന്നാണ് തന്നിരിക്കുന്നത് കേട്ടോ. അജ്ഞാതമായ പര്യവേഷണം, അതായത് നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന, നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന പല കാര്യങ്ങളെയും പുറത്തേക്ക് കൊണ്ടുവരിക എന്നാണ് കാണിക്കുന്നത്. അപ്രതീക്ഷിതമായ ഒരു തിരഞ്ഞെടുപ്പ്, അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഡിഗ്നിറ്റി എന്നാണ് പറയുന്നത് കേട്ടോ. അന്തസ്സാണ്, അന്തസ്സത്തയാണ് നമുക്ക് കാണിക്കുന്നത്. അതായത് തലയുയർത്തി പിടിച്ച് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ശക്തനും ശാന്തനും മാന്യനുമാകുക. അതായത് പല സ്ഥലങ്ങളിലും കോൺഫ്ലിക്റ്റും പ്രശ്നങ്ങളും വന്നാലും
നമ്മൾ സംയമനം പാലിക്കുക എന്നാണ് കാണുന്നത്. ഹോപ്പ് എനർജി വന്നിട്ടുണ്ട് കേട്ടോ. പുതിയ ചില കാര്യങ്ങൾ, പുതിയ ചില സിറ്റുവേഷൻസ്, അത് സന്തോഷമാവാം, അതുപോലെ ഓപ്പർച്യൂണിറ്റീസ് ആവാം, വ്യക്തിബന്ധങ്ങളാവാം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ കാര്യം കടന്നു വരാൻ പോകുന്ന ഒരു ഓപ്പർച്യൂണിറ്റീസിൻ്റെ ടൈമാണ് എന്ന് കാണിക്കുന്നുണ്ട്. ചോയ്സാണ് കേട്ടോ. ഒരുപാട് ചോയ്സ് നിങ്ങളുടെ മുന്നിൽ കുറേ കാര്യങ്ങൾ വന്ന് നിൽക്കും. അതിൽ നിങ്ങൾ ഏറ്റവും ഉചിതമാകുന്ന കാര്യത്തെ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് പോസിറ്റീവ് ആകുന്ന കാര്യങ്ങൾ എന്നാണ് യൂണിക്കോണിൻ്റെ എനർജിയിൽ നമുക്ക് നൽകിയിരിക്കുന്നത് കേട്ടോ. അപ്പം പോസിറ്റീവായിട്ട് മുന്നോട്ടേക്ക് പോകുക. പോസിറ്റീവായി സമാധാനമായിട്ടും സന്തോഷമായിട്ടും കാര്യങ്ങളെ കണക്റ്റ് ചെയ്യുക. പ്രാർത്ഥനയോടുകൂടി തന്നെ ഓരോ ദിവസവും തുടങ്ങുക. ജീവിതത്തിൽ 100% മാറ്റമുണ്ടാകുമെന്നത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, അത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. കൂടാതെ നമ്മുടെ റീഡിങ്സുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫോളോ ചെയ്യുകയും ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.